2 മാസത്തിലധികമായി അടച്ചിട്ടിരുന്ന വൈപ്പിൻ ഗോശ്രീ രണ്ടാം പാലത്തിന്റെ സമാന്തര പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 25 ദിവസത്തിനകം പണി പൂർത്തിയാക്കി പാലം തുറന്നു നൽകുമെന്ന് നാഷണൽ ഹൈവേ അധികൃതർ റെസിഡൻസ് അസോസിയേഷനുകളുടെ കേന്ദ്ര സംഘടനയായ ഫ്രാഗിന് നൽകിയ സമയപരിധി പാലിക്കാൻ മഴ മൂലം 3 ദിവസം കൂടുതൽ വേണ്ടിവന്നെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയോടെ ടാറിംഗ് പൂർത്തിയാക്കി. ഫ്രാഗ് ഭാരവാഹികളാണ് പാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റൂട്ടിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്ന അറ്റകുറ്റപ്പണികൾ തികച്ചും അലസമായ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കായിരുന്നു ഫലം. ഗതിമുട്ടിയ ദ്വീപ് നിവാസികൾ സമരവുമായി രംഗത്തെത്തി. എന്നാൽ ഈ സമരങ്ങളൊന്നും ഫലം കാണാതായതോടെ വൈപ്പിൻകരയിലെ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക സംഘടനകളെ കോർത്തിണക്കി റെസിഡൻസ് അസോസിയേഷനുകളുടെ കേന്ദ്ര സംഘടനയായ ഫ്രാഗ് സമരരംഗത്തെത്തിയതോടെയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേഗം കൂടിയത്. വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ജനപ്രതിനിധികളും സമരത്തിൽ പങ്കുചേർന്നു. സമരത്തെ തുടർന്ന് ഫ്രാഗിന്റെ ആവശ്യപ്രകാരം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗത്തിലാണ് 25 ദിവസത്തിനകം പണി തീർക്കുമെന്ന തീരുമാനമുണ്ടായത്. അത് ഉറപ്പുവരുത്താൻ ഫ്രാഗ് കൌണ്ട് ഡൌൺ ബോർഡ് സ്ഥാപിച്ചു. മഴ മൂലം ടാറിംഗ് മുടങ്ങിയ 3 ദിവസം കൂടുതൽ വേണ്ടിവന്നുവെങ്കിലും സമയപരിധി പാലിക്കുവാൻ ഹൈവേ അധികൃതരും കോൺട്രാക്ടറും ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം പണികൾ പൂർത്തിയാക്കി. ഫ്രാഗിനെ പ്രതിനിധീകരിച്ചെത്തിയ മാവേലിയുടെ നേതൃത്വത്തിൽ പാലത്തിലേക്ക് കടന്ന് ഉദ്ഘാടനം നിർവഹിച്ച് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകുകയായിരുന്നു. വൈപ്പിൻകരയെ സംബന്ധിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന കഴിഞ്ഞ 70 ദിവസത്തോളം അടച്ചു കിടന്നിരുന്ന ഗോശ്രീയിലെ ഈ നാഷണൽ ഹൈവേയുടെ രണ്ടാം പാലം ഇന്ന് തുറക്കുകയാണ്. അത് ഫ്രാഗ് എന്ന് പറയുന്ന വൈപ്പിൻകരയിലെ 300ഓളം വരുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ കൂട്ടായ്മയായ ഫ്രാഗിൻ്റെ നേതൃത്വത്തിലാണ് വൈപ്പിനിലെ മുഴുവൻ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും കൂട്ടായ സഹകരണത്തോടെ നമ്മൾ പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടാക്കിയത്. ഇപ്പോൾ അത് പൂർത്തിയാവുകയാണ്. ഇന്നു മുതൽ രണ്ടാം പാലം തുറന്നു കൊടുക്കുന്നതോടുകൂടി വൈപ്പിൻകരയിലെ വലിയൊരു തിരക്ക് ഗതാഗതക്കുരുക്കിന് പരിഹാരം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ ഇത് അല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് താൽക്കാലിക പരിഹാരം മാത്രമാണ്. മുനമ്പഴീക്കോട് പാലം വന്നാൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് വീണ്ടും വൈപ്പിൻകരയിലൂടെ പോകാൻ പോകുന്നത്. അതുകൊണ്ട് സമാന്തര പാലം എന്നുള്ള ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള വൈപ്പിനിലെ മുഴുവൻ ജനപ്രതിനിധികളുടെയും സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തോടുകൂടി അത് നേടിയെടുക്കാനുള്ള വലിയ പരിശ്രമമാണ് ഞങ്ങൾ കാണുന്ന. അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയെ കാണും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 സ്ഥലങ്ങളിലും 2 സമാന്തര പാലങ്ങൾക്കുള്ള സ്ഥലം ഓൾറെഡി ജിഡ ഏറ്റെടുത്ത് കിടക്കുന്നതാണ്. അതിൻ്റെ ഫണ്ടും ജിഡയുടെ ഭാഗത്തു നിന്ന് ഉള്ളതുകൊണ്ട് അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെട്ട് ഈ വിഷയത്തിൽ പരിഹാരം കാണണം എന്നുള്ള ഒരാവശ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഫ്രാഗ് പ്രസിഡന്റ് VP സാബു, ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻ, സെക്രട്ടറി PK മനോജ്, മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് VS അക്ബർ, മുളവുകാട് പോലീസ് സബ് ഇൻസ്പെക്ടർ തോമസ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു.